ബി.ജെ.പിയുടെ കേരള പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ 3 MLA-മാരുണ്ട്. ഈ 102 MLA-മാരെയും നിലക്ക് നിർത്താൻ ഞങ്ങൾ 3 പേര് മതിയെന്ന്. അവര് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുന്നതിന് മുമ്പേ പ്രക്ഷോഭം തുടങ്ങിയിരിക്കുകയാണ്. മെയ് 15 മുതൽ KSRTC-യിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ സൗജന്യമായി യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മലയാളികളൊന്നും ഇല്ലായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ആരെയോ കൊണ്ടുവന്നിട്ടാണ് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് തോന്നുന്നു. ഇവിടെ പോകുന്നില്ല, ടിക്കറ്റ് കൊടുക്കുന്നില്ല പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ബസ് പോകണ്ട, നമ്മൾ ഇവിടെ തന്നെ നമുക്ക് നീതി നൽകുന്നിടത്തോളം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും, സമരം ചെയ്യും. നമ്മൾ വി.ഡി. സതീശനല്ലേ പറഞ്ഞത് മെയ് 15 മുതലായിട്ട് ഫ്രീ സൗജന്യ യാത്ര ചെയ്യാമെന്ന്. സതീശൻ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ബസ് ഇവിടെ പോകുന്നില്ല, ടിക്കറ്റ് കൊടുക്കുന്നില്ല പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ബസ് പോകണ്ട, നമ്മൾ ഇവിടെ തന്നെ നമുക്ക് നീതി നൽകുന്നിടത്തോളം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും, സമരം ചെയ്യും. നമ്മൾ ഇത് മെയ് 15 എന്നൊരു ഡേറ്റ് അവർ പറഞ്ഞാണ്, ശരിയാണ്. അത് അവർ കണക്കുകൂട്ടിയത് ഇലക്ഷൻ റിസൾട്ട് ഒക്കെ വന്നിട്ട് മെയ് 15-നുള്ളിൽ എന്തായാലും സത്യപ്രതിജ്ഞയൊക്കെ നടക്കും എന്നൊരു കണക്കൂട്ടലിലാണ് അങ്ങനെ ഒരു ഡേറ്റ് പറഞ്ഞത് തന്നെ. ഇതിപ്പോ മുഖ്യമന്ത്രിനെ തീരുമാനിക്കാനായിട്ട് ഇത്രയും ദിവസം എടുത്തതിന്റെ ഒരു താമസമൊക്കെ ആയിരിക്കും. എന്തായാലും അധികാരം ഏൽക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരു വിവരം പോലും ഇവർക്ക് ഇല്ലേ? ഒരു സർക്കാർ അധികാരം ഏൽക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കി തുടങ്ങുന്നത്? അധികാരമേറ്റതിന് ശേഷം മാത്രമേ അവരുടെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലാതെ വെറുതെ ഒരു പ്രഹസനം പോലെ ഒരു സമരമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഈ പുള്ളിക്കാരി കേരളത്തിൽ ഉള്ള അല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം മലയാളം ശരിക്കും പറയാൻ പോലും അറിയില്ല. മഹിളാ മോർച്ച നേതാവാണെന്ന് തോന്നുന്നു. ഏതായാലും UDF ഭരണം തുടങ്ങിയില്ലെങ്കിലും BJP സമരം തുടങ്ങിക്കഴിഞ്ഞു.